അധിനിവേശത്തിന്റെ ശവപ്പറമ്പിന് മുകളിൽ ഉയരുന്ന ഭാരതത്തിന്റെ വിജയഭേരി. 1000 വർഷത്തെ അധിനിവേശം. AD 1026 മുഹമ്മദ് ഗസ്നി സോംനാഥ് ക്ഷേത്രം ആക്രമിക്കുന്നത്. ഓരോരോ വൈദേശികർ ഇന്ത്യയെ ആക്രമിച്ച് സനാതനധർമ്മത്തെയും ഭാരതത്തെയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവർ നമ്മുടെ പൈതൃകത്തെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, സനാതനധർമ്മത്തെ മുച്ചോട് മുടിക്കുവാൻ ശ്രമിച്ചു. 1947 വെള്ളക്കാർ ബ്രിട്ടനിലേക്ക് തിരിച്ചുപോയി. എങ്കിലും ഖദറിട്ട വെള്ളക്കാർ ആ ചുമതല പിന്നീട് ഭംഗിയായി നിർവഹിച്ചു. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ മതപരമായി വിഭജിച്ച് ഇന്ത്യ പാകിസ്ഥാൻ രാജ്യങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ ഖദറിട്ട വെള്ളക്കാർ മിച്ചമുള്ള ഭൂമി കൂടി ചൈനയ്ക്കും ഒരു പ്രത്യേക സമുദായത്തിനും തീറെഴുതി നൽകി. 1000 വർഷങ്ങൾക്ക് മുമ്പ് മതാന്ധതയും കൊള്ളയടിക്കുവാനുള്ള ആവേശവുമായി ഭാരതമണ്ണിലേക്ക് ഇരച്ചു കയറിയ കിരാതന്മാർ കരുതിയത് സോംനാഥിനെ തകർക്കുന്നതിലൂടെ ഈ നാടിൻ്റെ ആത്മാവിനെ അവർ ഇല്ലായ്മ ചെയ്തു എന്നാണ്. ക്ഷേത്രഗോപുരങ്ങൾ തകർന്നും വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീണപ്പോൾ ആ ആക്രമികൾ അട്ടഹസിച്ചു. ഭാരതം തോറ്റുപോയി എന്ന്. ഇന്ന് എവിടെയാണ് ആ ആക്രമികൾ? ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിൽ അവരുടെ നാമങ്ങൾ പോലും അവജ്ഞയോടെ മാത്രം സ്മരിക്കപ്പെടുന്നു. എന്നാൽ ഇന്ന് സോംനാഥിൻ്റെ മണ്ണിലേക്ക് നോക്കൂ. ആ കിരാതന്മാരുടെ വംശവും വാഴ്ചയും അവസാനിച്ചിടത്ത് നമ്മുടെ വിജയധ്വജം ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നു. ഇത് വെറുമൊരു ക്ഷേത്രമല്ല, മറിച്ച് അതിജീവനത്തിൻ്റെ അടയാളമാണ്. അധിനിവേശത്തിൻ്റെ അടയാളങ്ങളെ പിഴുതെറിയുന്ന പുതിയ ഭാരതം. അറബിക്കടലിലെ തിരമാലകൾ ഇന്നും സാക്ഷി. അക്രമികളുടെ വാളുകൾക്ക് തകർക്കാൻ കഴിയാത്തത് ഇവിടുത്തെ ജനതയുടെ ആത്മവിശ്വാസത്തെയായിരുന്നു. 1000 വർഷം കാത്തിരുന്നിട്ടാണേലും ആ വിശ്വാസം ഇന്ന് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുന്നു. സനാതനധർമ്മത്തെ കുഴിച്ചു മൂടുവാൻ നോക്കിയവർക്ക് കാലം കരുതി വെച്ച മറുപടിയാണ് ഇന്നത്തെ ഈ പുണ്യഭൂമി. അന്ന് വിജയിച്ചു എന്ന് അഹങ്കരിച്ചവർ തോറ്റു എന്ന് കരുതിയ നമ്മൾ ഇന്ന് ലോകത്തെ നയിക്കുന്നു. സ്വന്തം സംസ്കാരത്തെയും പൈതൃകത്തെയും തള്ളിപ്പറയാൻ പഠിച്ചവർക്ക് ഇനി ഈ മണ്ണിൽ സ്ഥാനമില്ല. ചരിത്രം തിരുത്തപ്പെടുകയല്ല, മറിച്ച് സത്യം പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. അധിനിവേശക്കാർ ജയിച്ചവരല്ല, അവർ വെറും കൊള്ളക്കാർ മാത്രമായിരുന്നു. യഥാർത്ഥ വിജയികൾ നമ്മളാണ്. 1000 വർഷം കഴിഞ്ഞും ഇവിടെ ഭഗവദ്ധ്വജം പാറുന്നുണ്ടെങ്കിൽ അത് ഭാരതത്തിൻ്റെ അജയ്യമായ ശക്തിയുടെ വിളംബരമാണ്. ഇനിയൊരു അധിനിവേശത്തിനും ഈ മണ്ണ് വിട്ടുകൊടുക്കില്ല എന്ന വിളംബരം. ഭാരതം ഉണർന്നു കഴിഞ്ഞു. ഓം നമഃ ശിവായ നമഃ.